കോഴിക്കോട് ഒരാൾക്ക് നിപ ബാധ സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് കേരളം. 43-കാരനായ ഇയാൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ വന്നവരോട് ക്വാറന്റൈനിൽ പോവാൻ നിർദ്ദേശിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുകയാണ്. DMO, ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. നിപ ബാധ, ഒപ്പം തന്നെ ഇയാളുടെ സമ്പർക്ക പട്ടിക. എന്താണ് ഉന്നതതല യോഗത്തിൻ്റെ പുരോഗതി, മറ്റ് വിശദാംശങ്ങൾ? സജിത്ത്, രോഗബാധയുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ സ്ഥിതിഗതികൾ യോഗം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ഏതാണ്ട് 3 മണിയോടുകൂടി എത്തുമെന്നാണ് കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവായ കേസുകൾ പൂനെ ലാബിലും പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏറെ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 43 വയസ്സുകാരനായ രോഗി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് ഈ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതീവ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. പ്രത്യേക ഐസൊലേഷൻ മേഖല ഇതിനായി ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ആ മേഖലയിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇതിനകം ഏർപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക ഏറെ വിപുലമാണ് എന്നതാണ് ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നു, ഫറൂഖിൽ തന്നെയുള്ളത്. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലെത്തിയ ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളിലെ ഡോക്ടർമാരടക്കം ഇപ്പോൾ ക്വാറന്റൈനിൽ പോയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആശുപത്രി OPയിൽ എത്തിയ അദ്ദേഹം അവിടെ നിന്നും CT സ്കാൻ എടുക്കുന്നതിനും എക്കോ എടുക്കുന്നതിനും ഒക്കെ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന ജീവനക്കാർ ക്വാറന്റൈനിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ 2 മക്കൾ, ഭാര്യ, അച്ഛൻ, അമ്മ തുടങ്ങിയ 5 പേരാണ് നിലവിൽ ക്വാറന്റൈനിൽ പോയിരിക്കുന്നത്. അദ്ദേഹം മറ്റിടങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയും നടക്കുന്നുണ്ട്. അദ്ദേഹം ജോലി ചെയ്ത അല്ലെങ്കിൽ വൃത്തിയാക്കൽ നടപടികൾ ചെയ്ത പഴയ ഗോഡൌണിൽ തന്നെയാവും ഈ രോഗബാധ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലടക്കം ഒരു പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകളെ നിരീക്ഷണത്തിലാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഈ ഫറൂഖ് മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിലവിൽ രോഗിയുടെ നില, ഇതൊക്കെ സംബന്ധിച്ച കൃത്യമായൊരു അവലോകനം യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ആരോഗ്യമന്ത്രിയുമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഓൺലൈനായി ആശയവിനിമയങ്ങൾ നടത്തും. ഇതിനുശേഷം ഇതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ആരോഗ്യമന്ത്രി ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുമെന്നാണ് അറിയേണ്ടത്. 3 മണിയോടുകൂടി തന്നെ ഈ പൂനെ ലാബിൽ നിന്നുള്ള ഫലം എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.